ഹായ് ഫ്രണ്ട്സ്, ആർ4ഐയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഷോർട്ട് ടേമിൽ സ്റ്റോക്ക് മാർക്കറ്റ് എത്രമാത്രം അൺപ്രഡിക്റ്റബിൾ ആണെന്നും അതുപോലെ അത് എത്രമാത്രം വളറ്റിലിറ്റി നിറഞ്ഞതുമാണെന്നതിൻ്റെ വ്യക്തമായൊരു ചിത്രമാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. വളരെ പോസിറ്റീവായിട്ടുള്ള മാക്രോ ഡാറ്റകൾ വന്നിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന ഈ ഒരു വാറ് അത് കാര്യങ്ങളെ മൊത്തത്തിൽ തകിടം മറിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ 5 ദിവസങ്ങളിലുള്ള ആ ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 1.5% ഒരു ഫോളാണ് നിഫ്റ്റി 50യിൽ നമുക്ക് കാണാൻ കഴിയുക. 24,718 എന്ന ലെവലിലാണ് ഇപ്പോൾ അത് നിൽക്കുന്നത്. 25,000 എന്നുള്ള സൈക്കോളജിക്കൽ ലെവല് അവിടെ സസ്റ്റെയിൻ ചെയ്യാതെ വീണ്ടും താഴോട്ടേക്ക് നിഫ്റ്റി വന്നിരിക്കുകയാണ്. RBIയുടെ ആ റേറ്റ് കട്ട് സൃഷ്ടിച്ച ആ ഒരു ഇമ്പാക്റ്റ് അതിൻ്റെ ഒരു ട്രിഗർ പോയിന്റിലാണ് മാർക്കറ്റ് നന്നായിട്ട് മുന്നേറിയത്. അത് ഏറ്റവും അധികം നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു വാർ സിറ്റുവേഷനിൽ ഏറ്റവും അധികം ഫോൾ ആയിട്ടുള്ളതും ബാങ്ക് നിഫ്റ്റിയാണ്, നിഫ്റ്റി 50യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 2.25% ഒരു ഫോളാണ് നമുക്ക് കാണാൻ കഴിയുക. നമുക്കറിയാം, ഒരു വാറ് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിലൊക്കെ വരുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്ന കമ്മോഡിറ്റി എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വമ്പിച്ച ഒരു ജമ്പാണ് ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. 7% ഒരു അപ്സൈഡാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഒപെക് രാജ്യങ്ങൾ അവരുടെ ഉൽപ്പാദനം വളരെയധികം വർദ്ധിപ്പിച്ചിട്ടും മാർക്കറ്റിൽ നല്ല തോതിലുള്ള സപ്ലൈ ഉണ്ടായിട്ട് പോലും ഈ ഒരു വാറ് കാരണം ഉണ്ടാകാൻ പോകുന്ന സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻ കാരണമാണ് ആ ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് വമ്പിച്ച തോതിൽ മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ 7% അപ്സൈഡ് പോയിട്ടുള്ളത്. 72.98 എന്ന പ്രൈസിലാണ് WTI ക്രൂഡ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ ബ്രണ്ട് ക്രൂഡ് 74.23 എന്നുള്ള പ്രൈസിൽ അവിടെയും 7% ഒരു അപ്സൈഡാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു പ്രൈസ് 70 മുകളിലേക്ക് വന്നത് ഇത് കഴിഞ്ഞ 4 മാസത്തെ ഏറ്റവും ഉയർന്ന റേറ്റിലാണ് നമുക്ക് ക്രൂഡ് ഓയിൽ പ്രൈസ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ ഇന്ത്യൻ വിപണി വളരെ ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഡാറ്റ വളരെ നല്ലൊരു ഡാറ്റയായിരുന്നു. 2.82% ആയിരുന്നു നമ്മുടെ ഇൻഫ്ലേഷൻ. ആക്ച്വലി മാർക്കറ്റ് പ്രതീക്ഷിച്ചത് 3% ഒരു ഇൻഫ്ലേഷനാണ്. അപ്പോൾ അതിലും താഴെയായിട്ടുള്ള ഒരു ഡാറ്റയാണ് വന്നത്. കഴിഞ്ഞ മാസം 3.16 ആയിരുന്നു ഇൻഫ്ലേഷൻ. അപ്പോൾ നല്ല തോതിലുള്ള ഇൻഫ്ലേഷൻ കൺട്രോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും റേറ്റ് കട്ടും എല്ലാം സൃഷ്ടിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റിനെ മൊത്തം ഈ വാറ് അതിൻ്റെ എല്ലാ നേട്ടങ്ങളെയും ഇല്ലാതാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വന്ന ഈ ഇൻഫ്ലേഷൻ ഡാറ്റയോട് കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ മാർക്കറ്റ് പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വാർ വലിയ തോതിൽ എസ്കലേറ്റ് ചെയ്യുകയും ക്രൂഡ് ഓയിൽ പ്രൈസ് അതിൻ്റെ 52 വീക്ക് ഹൈയിലേക്ക് പോവുകയാണെങ്കിൽ അത് ഇന്ത്യൻ ഇൻഫ്ലേഷൻ ഡാറ്റയെ വളരെ നെഗറ്റീവായിട്ട് അടുത്ത മാസം ബാധിക്കും എന്നുള്ള ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ മൊത്തത്തിൽ മാർക്കറ്റ് ബിയറിഷായിട്ട് തുടരുന്നത് കാണുന്നത്. കൂടാതെ ഇന്ത്യൻ റുപ്പിയിലും ആ ഒരു വീക്ക്നെസ് പ്രകടമായിട്ടുണ്ട്. 86 മുകളിലാണ് ഇപ്പോൾ ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യയുടെ റുപ്പി വാല്യൂ നമ്മൾ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ആദ്യമായിട്ടാണ് 86 മുകളിലേക്ക് വീണ്ടും ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ അഗെയിൻസ്റ്റ് ഡോളർ വരുന്നത്. ഇതുകൂടാതെ ഗ്ലോബലായിട്ട് നോക്കുകയാണെങ്കിലും ഗോൾഡ് പ്രൈസിൽ വമ്പിച്ച ഒരു അപ്സൈഡ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സ് ഒരു സേഫ് ഹെവൻ അന്വേഷിച്ചു പോകുന്നതായിട്ടാണ് അതിൽ നിന്നും മനസ്സിലാകുന്നത്. 52 വീക്ക് ഹൈ ആയിട്ടുള്ള $3,500 ലെവലിലേക്ക് ഗോൾഡിൻ്റെ പ്രൈസ് പോകാനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഫ്രൈഡേ ട്രേഡിങ്ങിൽ മാർക്കറ്റ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തെങ്കിലും ചില സ്റ്റോക്കുകൾ നമുക്ക് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തായിട്ട് കാണാം. അതിലൊന്നാണ് ONGC. ONGC എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. ഇന്ത്യയുടെ 71% ഈ മേഖലയിലെ പ്രൊഡക്ഷൻ നടത്തുന്നത് ONGC ആണ്. നമുക്കറിയാം, ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനികളും ഓയിൽ എക്സ്പ്ലോറേഷൻ കമ്പനികളുമുണ്ട്. ONGC ഓയിൽ എക്സ്പ്ലോറേഷൻ കമ്പനി ആയതുകൊണ്ടാണ് അവിടെ ആ ഡിമാൻഡ് വർദ്ധിച്ചത്. കാരണം ആഗോളതലത്തിലുള്ള ക്രൂഡ് ഓയിലിൻ്റെ സപ്ലൈ കുറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്ക് വേണ്ടി ONGCയെ നല്ല തോതിൽ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അവിടെ ഒരു പ്രൈസ് ഹൈക്ക് നമുക്ക് കാണുന്നത്. എന്നാൽ നമുക്ക് കാണാൻ കഴിയും ONGCൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. 8.67% ഡൗൺ ആയിട്ടാണ് അതിൻ്റെ റിട്ടേൺ കാണാൻ കഴിയുക. നിഫ്റ്റി 50 5.34% പോസിറ്റീവ് അപ്സൈഡായിട്ട് കഴിഞ്ഞ ഒരു വർഷം പോയപ്പോൾ ONGC നെഗറ്റീവിലാണ് പോയതെന്ന് കാണാൻ കഴിയും. എന്നാൽ ONGCയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ ഒരു ഡിവിഡൻഡ് ഈൽഡ് 4.87% ഉണ്ട്. അതുകൊണ്ട് ഒരു ലോങ് ടേം ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഡിവിഡൻഡ് സ്റ്റോക്കായിട്ട് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കായിരുന്നു. ഇതേപോലെ തന്നെ ONGCയുടെ അതേ രീതിയിൽ
എക്സ്പ്ലോറേഷനും ഡെവലപ്മെൻറ്റും പ്രത്യേകിച്ച് ഈ ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് സെഗ്മെൻറ്റിൽ നടത്തുന്ന, അതുകൂടാതെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനിയാണ് ഓയിൽ ഇന്ത്യ. ഓയിൽ ഇന്ത്യയിലും ഈ രീതിയിലുള്ള ഒരു അപ്സൈഡ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച 12.6% ഒരു റിട്ടേൺ അത് ഇൻവെസ്റ്റേഴ്സ് നൽകിയതായിട്ട് കാണാം. നമ്മളൊരു 1 ഇയർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 ബീറ്റ് ചെയ്യാൻ ഓയിൽ ഇന്ത്യക്കും കഴിഞ്ഞിട്ടില്ല. 2.2% മാത്രമാണ് അപ്സൈഡ് പോയത്. നിഫ്റ്റി 50 5% മുകളിൽ പോയിരുന്നു. എന്നാൽ നമ്മൾ കുറച്ചുകൂടി ലോങ്ങർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് സ്റ്റോക്കുകളും ONGC ആയാലും ഓയിൽ ഇന്ത്യ ആയാലും നിഫ്റ്റി ഔട്ട് പെർഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഓയിൽ ഇന്ത്യ പ്രത്യേകിച്ച് നല്ല തോതിൽ നിഫ്റ്റിയെ ബീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളും നമുക്ക് തീർച്ചയായിട്ടും ലോങ് ടേം ഒരു ടൈം ഫ്രെയിമിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന സ്റ്റോക്കുകളാണ്. ഓയിൽ ഇന്ത്യയുടെയും ഡിവിഡൻഡ് ഈൽഡ് മോശമല്ലാത്ത ഒരു ഡിവിഡൻഡ് ഈൽഡ് നമുക്ക് കാണാൻ പറ്റും. ഈ രണ്ട് സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. മറ്റ് പ്രധാനപ്പെട്ട രണ്ട് സ്റ്റോക്കുകൾ കഴിഞ്ഞ ദിവസം അപ്സൈഡ് പോയിട്ടുള്ള ഒന്ന് ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് അഥവാ GE ഷിപ്പിങ്ങും അതേപോലെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും, ഇത് രണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോയതായിട്ട് കാണാം. അപ്പോൾ ഇറാൻ ഇസ്രായേൽ വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും അധികം ഭീഷണി ഉയർത്താൻ പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിൻ്റെ ട്രാൻസ്പോർട്ടേഷനാണ്. കാരണം സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുന്ന, അതായത് ഹോർമസ് കടലിടുക്ക്, അത് ലോകത്തിലെ പ്രധാനപ്പെട്ട ക്രൂഡ് ഓയിൽ കോറിഡോറാണ്. അപ്പോൾ അവിടെ ഇറാനോ മറ്റോ ആ കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ ആയിരിക്കും ഈ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള ഷിപ്പിംഗ് ഫ്രൈറ്റ് ചാർജുകൾ അത് വലിയ തോതിൽ ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ രണ്ട് ഷിപ്പിംഗ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അതൊരു സുവർണാവസരമായിട്ട് അവർക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോഫിറ്റബിലിറ്റി ഉയരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് സ്റ്റോക്കിലും വമ്പിച്ച മുന്നേറ്റം നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി -18% എന്നുള്ള ഒരു നെഗറ്റീവാണ് നമുക്ക് കാണുക. നിഫ്റ്റി 50 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അണ്ടർ പെർഫോമിംഗ് ആണ്. എന്നാൽ നമ്മളത് ഒരു 5 ഇയറിൻ്റെ ഒരു ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ അത് നിഫ്റ്റി 50 ബീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം നിഫ്റ്റി 147% റിട്ടേൺ ആണ് കഴിഞ്ഞ 5 വർഷം നൽകിയത്. പക്ഷേ ഈ സ്റ്റോക്ക് 343% ഒരു അപ്സൈഡ് പോയതായിട്ട് കാണാം. ഈ സ്റ്റോക്കിൽ 3% ഒരു ഡിവിഡൻഡ് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ നമ്മൾ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നോക്കുകയാണെങ്കിൽ അവരും ഒരു ഈ ഗുഡ്സും പാസഞ്ചേഴ്സിൻ്റെയും ഒക്കെ ഷിപ്പിംഗ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന മറ്റൊരു കമ്പനിയാണ്. ഇവിടെയും കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ -16% ആയിരുന്നു. നിഫ്റ്റിയെ ബീറ്റ് ചെയ്യാൻ സാധിക്കാത്ത സ്റ്റോക്കായിട്ടാണ് ഇത് ഉണ്ടായിരുന്നത്. എന്നാൽ 5 വർഷത്തെ ഒരു പെർഫോമൻസ് ലോങ്ങർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോൾ അത് നിഫ്റ്റി 50 ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. 394% വമ്പിച്ച ഒരു അപ്സൈഡ് കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇവിടെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഡിവിഡൻഡ് ഈൽഡ് നേരത്തെ സൂചിപ്പിച്ച മറ്റ് 3 സ്റ്റോക്കുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. 0.22% മാത്രമേ ഉള്ളൂ. ഒരു ലോങ് ടേം വ്യൂവിലൂടെ സമീപിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോക്കുകൾ നമ്മൾ പഠന വിധേയമാക്കേണ്ട സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇസ്രായേൽ ഇറാൻ ഈ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല സ്റ്റോക്കുകളും ലൈം ലൈറ്റിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേലുമായിട്ട് ബിസിനസ് എക്സ്പോഷറുള്ള പല ഇന്ത്യൻ കമ്പനികളുമുണ്ട്. അപ്പോൾ അവരുടെ മേജർ റവന്യൂ വരുന്നത് ഇസ്രായേലിൽ നിന്നല്ലെങ്കിലും അവരുടെ റവന്യൂവിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ വാറ് വലിയ തോതിൽ എസ്കലേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നേരിയ തോതിലെങ്കിലും ഈ കമ്പനികളുടെ പെർഫോമൻസിനെ ബാധിച്ചേക്കാം. അതിൽ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന ഒരു കമ്പനിയാണ് അദാനി പോർട്സ്. അപ്പോൾ അദാനി പോർട്ട് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്ന ഈ അദാനിയുടെ ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനി അവർ ഇസ്രായേലിൽ ഹൈഫ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ അവർ $1.18 ബില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടത്തിയിട്ടുള്ളത്. അവരുടെ ടോട്ടൽ കാർഗോ വോള്യത്തിൻ്റെ 3% വരുന്നത് ഈ ഒരു ഇസ്രായേലിലെ ഈ ഹൈഫ പോർട്ടിൽ നിന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇസ്രായേൽ വാർ തുടങ്ങിയപ്പോൾ ഏറ്റവും അധികം ക്രാഷ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് അദാനി പോർട്ടാണ്. 2.75% ഇത് ഇന്നലെ ഡൗൺ ആയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് സൺ ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. ഇത് ഇസ്രായേലിലുള്ള ടാരോ ഫാർമസ്യൂട്ടിക്കൽസുമായിട്ട് മേർജ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഇവർക്കുണ്ടായിരുന്നു. അവരുടെ റവന്യൂവിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമായതുകൊണ്ട് അവിടെ സൺ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ സ്റ്റോക്കിൽ വലിയ ഒരു എഫക്റ്റ് യുദ്ധം ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ഇൻഫോസിസ്, വിപ്രോ, ടെക് മഹീന്ദ്ര, HCL ടെക് പോലെയുള്ള IT കമ്പനികൾക്കും അവർക്ക് ഈ ഇസ്രായേലിൽ IT സർവീസസും അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററുകളും ഇസ്രായേലിലുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 2 കമ്പനികൾ ഇൻഫോസിസും HCL ടെക്കുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും ഇൻഫോസിസിലും HCL ടെക്കിലും നേരിയൊരു നെഗറ്റീവ് ക്ലോസിങ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മറ്റ് സ്റ്റോക്കുകളിൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് നമ്മൾ കാണുന്നത് ലാർസൺ ആൻഡ് ടൂബ്രോ ആണ്. ഇവരുടെ എഞ്ചിനീയറിംഗ് ഡിഫൻസ് പ്രൊജക്റ്റുകൾ അതിൻ്റെ പാർട്ട്ണർഷിപ്പുകൾ ഇവർ ഇസ്രായേലുമായിട്ടുണ്ട്.
ഇതും ഈ സ്റ്റോക്കും നേരിയ തോതിൽ ഡൗൺ ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അവരുടെ ഇന്റർനാഷണൽ ബാങ്കിങ് ഓപ്പറേഷൻ്റെ ഒരു ലിങ്ക് ഇസ്രായേലിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1.57% SBIയും ഡൗൺ ആയതായിട്ട് നമുക്ക് കാണാം. അതുപോലെ ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്, അതുപോലെ ലൂപ്പിൻ പോലെയുള്ള കമ്പനികൾക്കും അവിടെ ഇസ്രായേലിലെ ടേവ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനിയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്സ് ഉണ്ട്. പക്ഷെ അതൊരു ഇൻഡയറക്റ്റ് എക്സ്പോസർ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വലിയ ഇമ്പാക്റ്റ് ഈ സ്റ്റോക്കുകളിൽ ഉണ്ടായതായിട്ട് കാണാൻ കഴിയില്ല. അതുപോലെ ടൈറ്റാനും കല്യാൺ ജ്വല്ലേഴ്സിനും അവർക്ക് ഡയമണ്ട്സിൻ്റെയും ലക്ഷറി ഗുഡ്സിൻ്റെയും ബിസിനസ് ഇസ്രായേലുണ്ട്. പക്ഷെ അവിടെ ടൈറ്റാന് 0.95% ഡൗൺ ആയിട്ടുണ്ടെങ്കിലും കല്യാൺ ജ്വല്ലേഴ്സ് 0.47 അപ്പായതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പം അതൊന്നും വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഈ കമ്പനികൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് നോക്കുകയാണ്. കാരണം ഇവരുടെ മേജർ ബിസിനസ് വരുന്നത് ഡൊമസ്റ്റിക്കിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമാണ്. ഇപ്പോൾ നമുക്കറിയാം, യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ടേം പാനിക്കാണ് ഉണ്ടാക്കുക. എന്നാൽ പിന്നീട് ആ യുദ്ധം എസ്കലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായും ഒരു ബോർഡർ വാർ മാത്രമായിട്ട് ചുരുങ്ങും. അതല്ല, അത് എസ്കലേറ്റ് ചെയ്തുകൊണ്ട് വലിയൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ എക്കണോമിക് സാങ്ഷൻസും അതുപോലെ അത് ഗ്ലോബൽ ട്രേഡിനെയും വലിയ തോതിൽ ബാധിക്കും. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിനെയാണ് വലിയ തോതിൽ അത് ബാധിക്കാൻ പോകുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് വലിയ തോതിൽ ബൈ ചെയ്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് മൊത്തത്തിൽ ഏകദേശം 12,000 കോടിയുടെ ബൈങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് അത്തരത്തിലുള്ള ഒരു അവസരമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. എങ്കിലും 24,500 മാക്സിമം പോയാൽ 24,400. അപ്പോൾ ഈ ലെവലുകളിൽ നിഫ്റ്റി 50 സപ്പോർട്ട് എടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിലനിൽക്കുന്നതെങ്കിൽ ഇതൊരു ബൈങ് ഡിപ്പ് അവസരമായിട്ട് കാണാവുന്നതാണ്. അതല്ല, ആ ലെവലുകൾ ബ്രേക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള ഒരു സിറ്റുവേഷൻ നോക്കിക്കൊണ്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.